നമസ്കാരം, ഷെക്കേൻ അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ അനൂപ് ജോസഫ്. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. വൈറ്റ് ഹൗസിലായിരുന്നു ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. ഇന്ത്യയുമായി ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യാപാര ഇടനാഴി ആരംഭിക്കുമെന്ന് കൂടിക്കാഴ്ചയിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. വിവിധ വിഷയങ്ങൾ ഇരുവരുടെയും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. മോദി തന്റെ വളരെ കാലമായുള്ള ഉറ്റ സുഹൃത്താണെന്ന് ട്രംപ് അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ 4 വർഷവും ബന്ധം തുടരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. 2ാം തവണയും അധികാരത്തിലെത്തിയ ശേഷം ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്ന 4ാമത്തെ രാജ്യത്തലവനാണ് മോദി. മോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ പ്രസ്താവനയിൽ ഇന്ത്യയുമായി വലിയ വ്യാപാര ഇടനാഴിക്ക് ആരംഭം കുറിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. അതേസമയം US-ന് ഇറക്കുമതി തീരുവ ചുമത്തുന്ന രാജ്യങ്ങൾക്ക് തിരിച്ചടി തീരുവ ചുമത്തുമെന്ന പ്രഖ്യാപനത്തിൽ ഇളവ് നൽകാൻ ട്രംപ് തയ്യാറായില്ല. US-ന് ഇറക്കുമതി തീരുവ ചുമത്തുന്ന എല്ലാ രാജ്യങ്ങൾക്കും US അതേ നികുതി ചുമത്തുമെന്ന് ട്രംപ് പറഞ്ഞു. 2030 ആകുമ്പോഴേക്കും ഇന്ത്യ-US വ്യാപാര ബന്ധം ഇരട്ടിപ്പിച്ച് $500 ബില്യൺ എത്തിക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇരു രാജ്യങ്ങളുടെയും പുരോഗതിക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും ഇന്ത്യ-US ബന്ധം ശക്തിപ്പെടുത്തുമെന്നും മോദി പറഞ്ഞു. ആദ്യഘട്ടത്തേക്കാൾ വേഗത്തിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഇരു രാജ്യങ്ങളും ഒന്നിച്ച് വികസനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കും. US-ഉം ഇന്ത്യയും സംയുക്തമായി ഭീകരവാദത്തെ നേരിടുമെന്നും ബോസ്റ്റണിൽ ഇന്ത്യ പുതിയ കോൺസുലേറ്റ് തുടങ്ങുമെന്നും മോദി കൂട്ടിച്ചേർത്തു. മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറുമെന്ന് ട്രംപ് പറഞ്ഞു. സൈനിക വ്യാപാരം വർദ്ധിപ്പിക്കുമെന്നും AF-35 അടക്കമുള്ള വിമാനങ്ങൾ ഇന്ത്യക്ക് നൽകുമെന്നും ഇന്ത്യയും US-ഉം തമ്മിൽ മികച്ച വ്യാപാര ബന്ധവും കരാറുകളും പ്രതീക്ഷിക്കുന്നുവെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. വൈറ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒപ്പമുണ്ടായിരുന്നു. ഡൊണാൾഡ് ട്രംപ് വീണ്ടും US പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം ഇരുവരും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു നടന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്. അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറിയ 119 ഇന്ത്യക്കാരെ കൂടി ഇന്ത്യയിലെത്തിക്കും. 2 വിമാനങ്ങളിലായി അമൃത്സർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുമെന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനത്തിനിടെയാണ് ഇക്കാര്യം പുറത്തുവന്നത്. ഫെബ്രുവരി 15-ന് ശനിയാഴ്ച ഒരു വിമാനവും ഞായറാഴ്ച 16-ന് മറ്റൊരു വിമാനവും അമൃത്സറിലെ ഗുരു രാംദാസ് ഇന്റർനാഷണൽ വിമാനത്താവളത്തിലെത്തും. അമേരിക്കയിൽ അനധികൃതമായി കുടിയേറിയ 119 ഇന്ത്യക്കാരെയാണ് ഇന്ത്യയിൽ എത്തിക്കുന്നത്. ഇതിൽ 67 പേർ പഞ്ചാബിൽ നിന്നുള്ളവരും 33 പേർ ഹരിയാനയിൽ നിന്നും, 8 പേർ ഗുജറാത്തിൽ നിന്നുള്ളവരും, 3 പേർ ഉത്തർപ്രദേശിൽ നിന്നും, 2 പേർ രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നുള്ളവരുമാണ്. ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും ഓരോ ആളുകളുമാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. അമൃത്സറിലെ ഗുരു രാംദാസ് ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഇന്ത്യക്കാരെ വഹിച്ചുകൊണ്ടുള്ള വിമാനം എത്തുക. മെക്സിക്കോ അതിർത്തിയിലൂടെയും മറ്റു വഴികളിലൂടെയും അനധികൃതമായി അമേരിക്കയിലേക്ക് കുടിയേറിയ ഇവർ പിന്നീട് പാസ്പോർട്ടുകൾ നശിപ്പിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റായി അധികാരമേറ്റതിനു ശേഷം US-ൽ നിന്ന് നാടുകടത്തപ്പെടുന്ന 2ാമത്തെ ഇന്ത്യൻ സംഘമാണ് എത്തുന്നത്. ഫെബ്രുവരി 5-ന് അമൃത്സറിലെത്തിയ ആദ്യ സംഘത്തിൽ 104 ഇന്ത്യക്കാരുണ്ടായിരുന്നു. കൈകൾ ബന്ധിച്ച് കാലുകൾ ചങ്ങലയിട്ട് ബന്ധിക്കപ്പെട്ട നിലയിലായിരുന്നു എത്തിയതെന്ന് ഇവർ പറഞ്ഞിരുന്നു. ഇത് വലിയ വിവാദവുമായിരുന്നു. US സന്ദർശനത്തിനിടെ മനുഷ്യക്കടത്തിനെതിരെ പോരാടേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഊന്നിപ്പറഞ്ഞു. നിയമവിരുദ്ധമായി US-ൽ കഴിഞ്ഞ എല്ലാ ഇന്ത്യക്കാരെയും തിരിച്ചെടുക്കാൻ ഇന്ത്യ പൂർണ്ണമായും തയ്യാറാണെന്നും മോദി വ്യക്തമാക്കി. US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ കണക്ക് പ്രകാരം 2022-നും 2024-നും ഇടയിൽ ഏകദേശം 1700 ഇന്ത്യക്കാരാണ് പിടിയിലായിട്ടുള്ളത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്. കാനഡയിലെ വിനിപെഗിൽ പരിശുദ്ധ കുർബാന മധ്യേ വൈദികന് നേരെ ആക്രമണം. കത്തിയുമായി വന്ന 50 വയസ്സ് പ്രായമുള്ള അക്രമിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആക്രമണ ഉദ്ദേശം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ അറിയിച്ചു. കാനഡയിലെ വിന്നപെഗിൽ പരിശുദ്ധ കുർബാന മധ്യേ വൈദികന് നേരെ ആക്രമണം. ഫെബ്രുവരി 9 ഞായറാഴ്ച ഹോളിഗോസ്റ്റ് ഇടവക ദൈവാലയത്തിലാണ് ദൗർഭാഗ്യകരമായ സംഭവം അരങ്ങേറിയത്. 50 വയസ്സോളം പ്രായം വരുന്ന അക്രമി അൾത്താരയിൽ പ്രവേശിച്ച് വസ്ത്രത്തിനിടയിൽ ഒളിപ്പിച്ച കത്തിയെടുത്ത് വൈദികനെ ആക്രമിക്കാൻ ഉദ്യമിച്ചു.
38 വയസ്സ് പ്രായമുള്ള വൈദികൻ പെട്ടെന്ന് കുതറിമാറിയതിനെ തുടർന്ന് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ശേഷം അക്രമി കത്തി അൾത്താരയിൽ കുത്തിനിർത്തിയ ശേഷം അൾത്താരയിൽ സ്ഥാപിച്ചിരുന്ന കസേരയിലിരുന്നു. വിശുദ്ധ കുർബാനയുടെ തത്സമയ സംപ്രേഷണം നടന്നിരുന്നതിനാൽ പ്രസ്തുത ദൃശ്യങ്ങൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൻതോതിൽ പ്രചരിക്കുകയാണ്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എത്തിയിരുന്നതിനാൽ പെട്ടെന്ന് തന്നെ അക്രമിയെ ഇടവക അംഗങ്ങളുടെ സഹകരണത്തോടെ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ എത്തുന്നതുവരെ പിടിച്ചുവെച്ചു. പവോൽ ഒലോവിനിയ എന്നാണ് അക്രമിയുടെ പേര് എന്നാണ് പോലീസ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ കസ്റ്റഡിയിൽ ഉള്ള പ്രതിക്കെതിരെ ആയുധം കയ്യിൽ കരുതിയതിനും ആയുധം ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചതിനും ഒരു കൂടിവരവ് തടസ്സപ്പെടുത്തിയതിനുമെതിരെയാണ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. പ്രസ്തുത ആക്രമണത്തിൽ ആർക്കും പരിക്ക് പറ്റിയില്ലെങ്കിലും വൈദികനും ഇടവക അംഗങ്ങളും പരിഭ്രാന്തരായിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കന ന്യൂസ്. ഫ്രാൻസിസ് പാപ്പായെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബ്രോങ്കൈറ്റിസ് ചികിത്സയ്ക്കാണ് ഫ്രാൻസിസ് പാപ്പായെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ബ്രോങ്കൈറ്റിസ് സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഫ്രാൻസിസ് പാപ്പയെ റോമിലെ ജെമിലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പശ്ചാത്തലത്തിൽ ഫെബ്രുവരി 17 വരെയുള്ള മാർപ്പാപ്പയുടെ പരിപാടികൾ റദ്ദാക്കി. ശനിയാഴ്ച വത്തിക്കാനിൽ ക്രമീകരിച്ച ജൂബിലി പരിപാടിയിലും ഫെബ്രുവരി 17 റോമിന് തെക്കുള്ള ചരിത്രപ്രസിദ്ധമായ സിനിസിറ്റ ഫിലിം സ്റ്റുഡിയോയിൽ കലാകാരന്മാരുമായുള്ള കൂടിക്കാഴ്ചയിലും പാപ്പ പങ്കെടുക്കില്ലെന്ന് വത്തിക്കാൻ വ്യക്തമാക്കി. വെള്ളിയാഴ്ച നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ശ്വാസകോശ സംബന്ധമായ അണുബാധ കണ്ടെത്തിയെന്നും നേരിയ പനിയുണ്ടെങ്കിലും പാപ്പയുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്നും വത്തിക്കാൻ അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കന ന്യൂസ്. ഈ വർഷം ഇറാന്റെ ആണവ രഹസ്യ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ ഇസ്രായേൽ പദ്ധതിയെന്ന റിപ്പോർട്ട്. അമേരിക്കൻ രഹസ്യാന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വാൾ സ്ട്രീറ്റ് ജേണലും വാഷിംഗ്ടൺ പോസ്റ്റുമാണ്. 2025 ആദ്യത്തെ 6 മാസത്തിനുള്ളിൽ ഇറാന്റെ ഫോർഡോ, നതാൻസ് ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിക്കാൻ പദ്ധതിയിടുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫിന്റെയും ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസിയുടെയും ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് പുറത്തിറക്കിയ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയുള്ള റിപ്പോർട്ട് പുറത്തുവന്നത് ജനുവരിയിലാണ്. ഇറാന്റെ ബലഹീനതകൾ മുതലെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറാനിയൻ ആണവ സൈറ്റുകളിൽ വൻതോതിലുള്ള ആക്രമണത്തിന് ഇസ്രായേൽ പദ്ധതിയിടുന്നു എന്ന് ബൈഡൻ ഭരണകൂടത്തിന്റെ അവസാന നാളുകളിലാണ് ഈ വിലയിരുത്തൽ ഉണ്ടായത്. ഇസ്രായേലിന്റെ ഈ പദ്ധതിയെ നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്തുണയ്ക്കും എന്നാണ് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന്റെ മേലുള്ള പരമാവധി സമ്മർദ്ദം എന്ന നയത്തെക്കുറിച്ചുള്ള ദേശീയ സുരക്ഷാ മെമ്മോറാണ്ടത്തിൽ ട്രംപ് കഴിഞ്ഞ ആഴ്ച ഒപ്പുവച്ചിരുന്നു. ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണത്തിന്റെ സാധ്യത ട്രംപ് വ്യക്തമാക്കാതെ നയതന്ത്ര രീതിക്കാണ് അദ്ദേഹം മുൻഗണന കൊടുത്തിരിക്കുന്നത്. അതേസമയം ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ വിജയകരമായി നടത്താൻ ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നതുൾപ്പെടെയുള്ള പിന്തുണ നൽകുമെന്ന് US സൈനിക വൃത്തങ്ങൾ വ്യക്തമായ സൂചന നൽകുന്നു. ഒന്ന്, വിദൂര ആക്രമണം. ഇത് സ്റ്റാൻഡ് ഓഫ് സ്ട്രൈക്ക് എന്നറിയപ്പെടുന്നു. ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാനിയൻ വ്യോമാതിർത്തിക്ക് പുറത്ത് വിക്ഷേപിക്കുന്നത് ഉൾപ്പെടുന്നു. രണ്ടാമത്തത് ഏറെ അപകട സാധ്യതയുള്ള ഒരു ഓപ്ഷനാണ്. ഇസ്രായേലി വിമാനങ്ങൾ ഇറാനിയൻ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നതും ആണവ സൈറ്റുകൾക്ക് സമീപം പറക്കുന്നതും ബങ്കർ ബ്ലസ്റ്റർ ബോംബുകൾ ആണവ നിലയങ്ങൾ ലക്ഷ്യമാക്കി ഇടുന്നതുമാണിത്. ബ്ലൂ 109 എന്ന ബങ്കർ ബ്ലസ്റ്റർ ബോംബുകൾക്കുള്ള ഗൈഡൻസ് കിറ്റുകൾ ഇസ്രായേലിന് വിൽക്കുന്നത് കഴിഞ്ഞ ആഴ്ചയാണ് ട്രംപ് ഭരണകൂടം അംഗീകരിച്ചത്. ഇറാൻ ആണവ ശേഷി വർദ്ധിപ്പിക്കുന്നത് ഇപ്പോഴും തുടരുകയാണ്. ഇറാന്റെ ആണവശേഷി തടയാനുള്ള അവസരങ്ങൾ ചുരുങ്ങുമ്പോൾ ഇസ്രായേലിനത് ആശങ്കയ്ക്ക് കാരണമാകുന്നുണ്ട് എന്നാണ് വാൾ സ്ട്രീറ്റ് ജേണലും വാഷിംഗ്ടൺ പോസ്റ്റും റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ആരോപണങ്ങളോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസോ IDF വക്താക്കളോ പ്രതികരിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്. യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിർണായക ചർച്ചകൾ നടത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ, യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി എന്നിവരുമായി ട്രംപ് ഫോണിൽ സംസാരിച്ചു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾക്ക് പുടിൻ സമ്മതം അറിയിച്ചതായി ട്രംപ് വ്യക്തമാക്കി. പുടിനെ പോലെ സെലൻസ്കിയും സമാധാനം ആഗ്രഹിക്കുന്നതായി അറിയിച്ചുവെന്നും ട്രംപ് പറഞ്ഞു. സൗദി അറേബ്യയിൽ വെച്ച് പുടിനുമായി കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുകയാണ് ട്രംപ്. ഈ ചർച്ചയിൽ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടായേക്കാം. അതേസമയം ട്രംപിന്റെ സൗദി സന്ദർശനം ഗാസയുടെ വിഷയത്തിലും നിർണായകമാണ്. ഗാസയെ US ഏറ്റെടുക്കുമെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ട്രംപ്. ഈ വിഷയത്തിൽ തന്റെ മനസ്സിൽ എന്താണെന്ന് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി ട്രംപ് പങ്കുവച്ചേക്കാം. യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനായി ട്രംപുമായി സംസാരിച്ച കാര്യം റഷ്യയും യുക്രൈനും സ്ഥിരീകരിച്ചെങ്കിലും യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട മധ്യസ്ഥ ചർച്ചകളുടെ കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. 1.5 മണിക്കൂർ നീണ്ട ഫോൺ സംഭാഷണത്തിൽ ട്രംപിനെ പുടിൻ മോസ്കോയിലേക്ക് ക്ഷണിച്ചതായി റഷ്യ അറിയിച്ചു. സമാധാനം കൈവരിക്കാനുള്ള അവസരം ഉൾപ്പെടെ ചർച്ചയായെന്നായിരുന്നു സെലൻസ്കിയുടെ പ്രതികരണം. ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്.
കുട്ടികളുടെ ജീവിതവും അന്തസ്സും അവരുടെ അവകാശങ്ങളും ലോകമെമ്പാടും മാനിക്കപ്പെടണമെന്ന് ലോക നേതാക്കളെ ഓർമ്മിപ്പിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ. കുട്ടികളുടെ ജീവൻ വിലപ്പെട്ടതാണെന്നും പാപ്പ ഓർമ്മപ്പെടുത്തി. ഫെബ്രുവരി 3 വത്തിക്കാനിൽ ആരംഭിച്ച കുട്ടികളുടെ അവകാശങ്ങൾക്കായുള്ള ഉച്ചകോടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പരിശുദ്ധ പിതാവ്. അവരെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് ഫെബ്രുവരി 3-4 തീയതികളിൽ വത്തിക്കാനിൽ കുട്ടികൾക്കായുള്ള ഉച്ചകോടി നടത്തപ്പെട്ടത്. നീതി നിഷേധിക്കപ്പെടുന്ന ഗർഭസ്ഥ ശിശുക്കൾ, യുദ്ധമേഖലയിൽ താമസിക്കേണ്ടി വരുന്ന കുട്ടികൾ, വിദ്യാഭ്യാസവും ആവശ്യ വസ്തുക്കളും സുരക്ഷിതത്വവും നഷ്ടപ്പെട്ട് കുടിയേറ്റങ്ങൾക്കും ചൂഷണങ്ങൾക്കും ഇരയാകുന്ന കുട്ടികളെ സംരക്ഷിക്കേണ്ടതിന് പ്രാധാന്യം എന്നിവയെക്കുറിച്ച് മാർപ്പാപ്പ തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി. ലോകം പുരോഗതി പ്രാപിച്ചു വരികയാണെന്ന് നാം അഭിമാനിക്കുന്നതിനിടയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുട്ടികൾ പട്ടിണി അനുഭവിക്കുന്നുണ്ടെന്നും അതിക്രമങ്ങളുടെയും ചൂഷണങ്ങളുടെയും ഇരയാകുന്നുണ്ടെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. അധികാരത്തിന്റെയും ആശയങ്ങളുടെയും ദേശീയ ചിന്തകളുടെയും പിന്നിൽ ഒരുപാട് കുട്ടികൾ ബോംബുകൾക്ക് ഇരയാകുന്നത് അംഗീകരിക്കാനാകില്ലെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ലോകത്ത് ഏതാണ്ട് 4 കോടിയോളം കുട്ടികളാണ് കുടിയിറക്കപ്പെട്ടിരിക്കുന്നതെന്നും ലോക മനസാക്ഷിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഇന്നും ശൈശവ വിവാഹങ്ങളും ശൈശവ അടിമത്തവും മനുഷ്യ കച്ചവടങ്ങളും നടക്കുന്നുണ്ടെന്നും പാപ്പ വ്യക്തമാക്കി. മ്യാൻമാറിലെ റോഹിംഗ്യ കുട്ടികളുടെ കാര്യവും പാപ്പ പ്രത്യേകം പരാമർശിച്ചു. കുട്ടികളുടെ അവകാശങ്ങളും സ്വപ്നങ്ങളും പ്രധാനമായി കരുതുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതി ഉണ്ടാകേണ്ടിയിരിക്കുന്നുവെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന ആശയത്തോടെ വത്തിക്കാനിൽ ആരംഭിച്ച ആഗോള ഉച്ചകോടി സമ്മേളനം കുട്ടികളുടെ ഭാവി ജീവിതം മെച്ചപ്പെട്ടതാക്കാൻ ലോകരാജ്യങ്ങൾക്ക് അവരുടെ പ്രവർത്തനങ്ങളിൽ സഹായകരമാകുമെന്നും പാപ്പ പ്രത്യാശ പ്രകടിപ്പിച്ചു. മലാല യൂസഫ്സായി, സമാധാന നോബൽ സമ്മാന ജേതാവായ ഇന്ത്യൻ ആക്ടിവിസ്റ്റ് കൈലാഷ് സത്യാർത്ഥി എന്നിവരും ഉച്ചകോടിയിൽ പ്രഭാഷകരായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖേന ന്യൂസ്. കോവിഡ് കാല നിയന്ത്രണങ്ങളെ തുടർന്ന് അനിശ്ചിതത്തിലായ യുഎസിലെ ദിവ്യബലിയിലെ ജനപങ്കാളിത്തം പൂർവ്വസ്ഥിതിയിലായതായി പുതിയ കണക്കുകൾ. ഉയരുന്ന ഈ കണക്കുകൾ അമേരിക്കൻ മണ്ണിലെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ മടങ്ങിവരവ് വ്യക്തമാക്കുന്നു. യുഎസിൽ കോവിഡ് കാലത്തെ ലോക്ക്ഡൌണുകളെ തുടർന്ന് ക്രമാതീതമായി കുറഞ്ഞ ദിവ്യബലിയിലെ ജനപങ്കാളിത്തം 6 വർഷത്തിനു ശേഷം കോവിഡിന് മുമ്പ് 2019 തലത്തിലേക്ക് തിരിച്ചെത്തിയതായി പുതിയ സർവേകൾ. യുഎസിലെ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിലെ സെന്റർ ഫോർ അപ്ലൈഡ് റിസർച്ച് ഇൻ ദി എപ്പിസോലേറ്റ് എന്ന പ്രമുഖ കാത്തലിക് ഗവേഷണ സ്ഥാപനം യുഎസിലുടനീളം നടത്തിയ സർവേ ഫലങ്ങളും ദിവ്യബലി പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട ഗൂഗിൾ ട്രെൻഡ്സ് സെർച്ച് വോളിയങ്ങളും അപഗ്രഥിച്ചതിലൂടെയാണ് ഈ കാര്യം വ്യക്തമായത്. 2019 മഹാമാരിക്ക് മുമ്പ് യുഎസിലെ ദിവ്യബലിയിലുള്ള പങ്കാളിത്തം പ്രതിവാരം ശരാശരി 24.4% 2023 മെയ് മുതൽ 2025 ആദ്യ ആഴ്ച വരെ ദിവ്യബലിയിലുള്ള പ്രതിവാര പങ്കാളിത്തം ശരാശരി 24%. ദിവ്യബലിയിൽ പങ്കെടുക്കുന്നവരുടെ സംഖ്യ മഹാമാരിക്ക് മുമ്പുള്ള തലത്തിലേക്ക് തിരിച്ചെത്തിയതായി ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. കൂടാതെ ഏറ്റവും കൂടുതൽ ആളുകൾ സാധാരണ ദിവ്യബലിക്കായി എത്തുന്ന ഈസ്റ്റർ, വിഭൂതി തുടങ്ങിയ ദിനങ്ങളിലെ ദിവ്യബലിയിലെ പങ്കാളിത്തം മഹാമാരിക്ക് മുമ്പുണ്ടായിരുന്ന തലത്തിലേക്ക് 2023 തന്നെ മടങ്ങിയെത്തിയിരുന്നു. അതേസമയം ക്രിസ്തുമസിനുള്ള ദിവ്യബലിയിലെ പങ്കാളിത്തം 2024 മഹാമാരിക്ക് മുമ്പുള്ള തലത്തിലേക്ക് മടങ്ങിയെത്തിയത്. 2023 അമേരിക്കൻ എന്റർപ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ സർവേ കോവിഡ്-19 മഹാമാരിയെ തുടർന്ന് മതപരമായ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന അമേരിക്കക്കാരുടെ ശതമാനം ഏകദേശം 8% കുറഞ്ഞുവെന്ന് കണ്ടെത്തിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖേന ന്യൂസ്. സുവിശേഷം പ്രഘോഷിക്കപ്പെടാനുള്ള ഈ കാലഘട്ടത്തിൽ കർത്താവ് അത്ഭുതകരമായി ഇടപെടുന്നതിന്റെ അടയാളമാണ് ഷെഖീന ന്യൂസ് എന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ. ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷനായി സ്ഥാനമേറ്റതിനു ശേഷം ആദ്യമായി ഷെഖീന ന്യൂസ് സ്റ്റുഡിയോ കോംപ്ലക്സ് സന്ദർശിക്കുകയായിരുന്നു പിതാവിന്റെ പരാമർശം. ഷെക്കേനയുടെ മാധ്യമ ശുശ്രൂഷകൾ വിലയിരുത്തുന്നതിനും ഷെക്കേന ന്യൂസിന്റെ പ്രവർത്തനങ്ങൾക്ക് തന്റെ ശ്ലൈഹിക ആശീർവാദം നൽകുന്നതിനുമായി ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ തൃശൂർ താളിക്കോടുള്ള ഷെക്കേന ന്യൂസ് സ്റ്റുഡിയോ കോംപ്ലക്സ് സന്ദർശിക്കുകയും ഷെക്കേന ടീമിനൊപ്പം സമയം പങ്കുവയ്ക്കുകയും ചെയ്തു. ഷെക്കേന ന്യൂസ് മാനേജിംഗ് ഡയറക്ടറും അനുഗ്രഹീത വചന പ്രഘോഷകനുമായ ബ്രദർ സന്തോഷ് കരുമത്രയുടെ നേതൃത്വത്തിൽ പിതാവിനെ ടീം ഷെക്കേന തങ്ങളുടെ പ്രവർത്തന വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. എല്ലാം ദൈവത്തിന്റെ ഉപരിമഹത്വത്തിനായി ചെയ്യണമെന്ന തിരിച്ചറിവ് ഷെക്കേനയിലൂടെയുള്ള മാധ്യമ ശുശ്രൂഷയെ കൂടുതൽ വളർത്തുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഷെക്കേന ന്യൂസിലൂടെ നൽകപ്പെടുന്ന ശുശ്രൂഷകളെ പ്രതി ഷെക്കേന സ്റ്റുഡിയോയിലെ നിത്യാരാധന ചാപ്പലിൽ ടീം ഷെക്കേനയ്ക്കൊപ്പം കർത്താവിന് നന്ദി പറഞ്ഞ മാർ തോമസ് തറയിൽ ടീം ഷെക്കീനയും ഷെക്കേനയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ഷെക്കേന ടീമിന് തന്റെ ആശീർവാദം നൽകുകയും ചെയ്തു. ചർച്ച് ഡെസ്ക് ഷെക്കേന ന്യൂസ്.
ഷെക്കൈൻ അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.